എല്ലാവർക്കും കൃഷി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ തക്കാളിയുടെ വിത്തോ തയ്യോ ഒക്കെ വാങ്ങി നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ വളർച്ച വളരെ നല്ല രീതിയിലായിരിക്കും. പെട്ടെന്ന് തന്നെ പൂവിടുകയും നല്ല രീതിയിൽ തന്നെ കായ് പിടിക്കുകയും ചെയ്യും. പിടിച്ചതിന് ശേഷമായിരിക്കും പല പ്രശ്നങ്ങളും നമ്മുടെ ചെടിക്ക് ഉണ്ടാകുന്നത്. തക്കാളി ചെടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും വളരെ സിമ്പിളായി പരിഹരിച്ച് ഒരു ചെടിയിൽ നിന്ന് തന്നെ ദീർഘകാലം എങ്ങനെ വിളവെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തക്കാളി ചെടിയിലുണ്ടാകുന്ന പ്രധാന ഒരു പ്രശ്നമാണ് ഇലകളിൽ കറുത്ത പാടുകൾ വന്ന് ആ ചെടി അങ്ങനെ തന്നെ വാടിപ്പോകുന്നത്. അതുപോലെ തന്നെ തക്കാളിയിൽ പൂവിട്ട് കായ പിടിച്ചൊതുങ്ങുമ്പോൾ കായകളൊക്കെ കൊഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ കായ പിടിച്ചാൽ തന്നെ കായയുടെ അടിഭാഗത്ത് കറുത്ത നിറം വന്ന് തക്കാളി ചീഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? അപ്പോൾ ഒട്ടും സമയങ്ങളെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. തക്കാളി കൃഷി ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് തയ്യാറാക്കുമ്പോഴാണ്. നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണ് കൃഷിക്ക് പാകമാക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് മണ്ണിലെ പുളിരസം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കുമ്മായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷവും ഡോളോമേറ്റ് ആണെങ്കിൽ 1 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ തൈ മാറ്റി നടാനായിട്ട് പാടുള്ളൂ. തൈ നടുന്നതിന് മുമ്പ് നല്ല രീതിയിൽ തന്നെ അടിവളം കൊടുക്കണം. അടിവളമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ ഏത് വേണമെങ്കിലും കൊടുക്കാം. കോഴിക്കാഷ്ടമാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടി, കമ്പോസ്റ്റ് വളങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ വേപ്പ് പിണ്ണാക്ക് നമ്മൾ ചേർക്കണം. ഒരു ഗ്രോ ബാഗിന് 100 ഗ്രാം വേപ്പ് പിണ്ണാക്ക് എന്ന അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാട്ടരോഗം അതുപോലെ തന്നെ വേര് ചീയൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തക്കാളി ചെടിയിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം വേരിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ വേരിനെ സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വേപ്പ് പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടിവളമായിട്ട് കോഴിക്കാഷ്ടം പോലുള്ള ചൂടുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ നന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ വെള്ളം കെട്ടി നീക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളി കൃഷിക്കായിട്ട് തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കരുത്തുള്ള തൈ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ വിത്താണ് മുളപ്പിക്കുന്നതെങ്കിൽ നല്ല ഹൈബ്രിഡ് ഇനം വിത്തുകൾ നമുക്ക് കടകളിൽ ലഭ്യമാണ്. വിത്ത് മുളപ്പിക്കാൻ എടുക്കുമ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ സ്യൂഡോമോണസ് ലൈനിൽ വിത്ത് മുക്കി വെച്ചതിന് ശേഷം മാത്രം മുളപ്പിക്കാനുള്ള പാത്രങ്ങളിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല കരുത്തുള്ളതും അതുപോലെ തന്നെ പ്രതിരോധശേഷികളുമായ തൈകൾ നമുക്ക് കിട്ടും. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് തൈകൾ മാറ്റി നടാവുന്നതാണ്. തൈകൾ മാറ്റി നടുന്ന നേരത്ത് അതിൻ്റെ വേര് പൊട്ടുപോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തൈ മാറ്റി നട്ടതിന് ശേഷം 1 ആഴ്ച നമുക്ക് അത് തണലത്ത് കീപ്പ് ചെയ്യാം. അതിനുശേഷം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് തന്നെ തക്കാളി ചെടിക്ക് കിട്ടും. തൈ നട്ടതിന് ശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് വളങ്ങൾ കൊടുക്കാവുന്നതാണ്. ഉണങ്ങിയ ചാണകപ്പൊടിയോ എന്തെങ്കിലും കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങളോ സ്ലറി രൂപത്തിലുള്ള വളങ്ങളോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. തൈ നട്ട് ഒരു 50 ദിവസം കൊണ്ട് തന്നെ അതിൽ പൂക്കൾ പിടിച്ചു തുടങ്ങും. പൂവിട്ടതിന് ശേഷമാണ് തക്കാളി ചെടിയിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇലകളിൽ കറുത്ത പാടുകൾ വീഴുന്നതാണ് തക്കാളിയിൽ കാണുന്ന പ്രധാന പ്രശ്നം. ഈ രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ആ രോഗം ബാധിച്ച ഇലകൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നീക്കം ചെയ്ത് നശിപ്പിച്ച് കളയണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെടികളിൽ ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കണം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ബിവേറിയ ചെടിയിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ അസുഖത്തെ നേരിടാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ തക്കാളി ചെടിയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കായ കൊഴിഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ കായ പിടിച്ച് കിട്ടിയാൽ തന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് കറുത്ത പാടുകൾ വന്ന് കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവമാണ്. അത് പരിഹരിക്കാനായിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് ചെടിയുടെ ചുവട്ടിലും കൊടുക്കാം. ഒരു 2-3 ഗ്രാം മൈക്രോ ന്യൂട്രിയൻ എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിലിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡും തക്കാളി ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വളമാണ്. 2 ആഴ്ചയിലൊരിക്കൽ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൈപിടുത്തമുണ്ടാവും. അതേപോലെ ചെടികളിൽ മഞ്ഞ നിറം കണ്ടു തുടങ്ങിയാൽ നമുക്ക് എപ്സം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ചെടിയുടെ ചോട്ടിൽ നിന്നകത്തി ഗ്രോ ബാഗിൻ്റെ സൈഡുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. 5 ഗ്രാം വരെ അളവിൽ എപ്സം സോൾട്ട് നമുക്ക് ചെടിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞ അളവിൽ പല തവണകളായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് 3 ഗ്രാം വെച്ച് പല തവണകളായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ തന്നെ കാൽസ്യം ആവശ്യമുള്ള ഒരു ചെടിയാണ് തക്കാളി. തക്കാളി ചെടിയിലെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് 1 സ്പൂൺ കുമ്മായം 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ തെളി ഊറ്റി ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തക്കാളി ചെടിയുടെ ചൂട്ടിലുള്ള പ്രായമേറിയ ഇലകൾ കട്ട് ചെയ്ത് മാറ്റുന്നത് വളരെ നല്ലതാണ്. അത് തക്കാളി ചെടിയിൽ കൂടുതൽ കായ്പിടുത്തം ഉണ്ടാകാനായിട്ട് നമുക്ക് ഗുണം ചെയ്യും. അതേപോലെ തന്നെ തക്കാളി ചെടിയിൽ പൂവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ നല്ല രീതിയിലുള്ള താങ്ങ് കൊടുക്കണം. ആ ബ്രാഞ്ചസ് എല്ലാം അത് നല്ല രീതിയിൽ കെട്ടി പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെയുള്ള വിളവ് നമുക്ക് കിട്ടും. ഈ രീതിയിൽ കൃഷി ചെയ്ത് തന്നെ ഒരു 90 ദിവസം കൊണ്ട് തന്നെ നമുക്ക് തക്കാളിയിൽ നിന്ന് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.